നമസ്കാരം കൂട്ടുകാരെ, 2019 പുറത്തിറങ്ങിയ രസകരമായ ഒരു ആക്ഷൻ ചലച്ചിത്രം എ സ്കോർ ടു സെറ്റിൽ എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് 2001 ഗ്യാങ്സ്റ്റർ ബോസായ മാക്സ് എന്ന് തന്റെ തന്നെ അല്ലിയായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ തന്റെ അടുക്കൽ കടമുള്ള ഒരു ഗ്യാങ്സ്റ്ററെ കെട്ടിവെച്ച് മർദ്ദിക്കുകയാണ്. ഒരു ബേസ്ബോൾ ബാറ്റൊക്കെ ചുഴറ്റി അയാളെ ഭീതിപ്പെടുത്തി ഇൻട്രോഗേറ്റ് ചെയ്യുന്നുമുണ്ട്. മാക്സിന്റെ കയ്യാളുകളായിട്ടുള്ള ബാക്കി ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കെട്ടിവെച്ച് ക്രൂരമായി ഉപദ്രവിക്കുന്ന ആ വ്യക്തിയെ കൊലപ്പെടുത്താനൊന്നും അവർക്കൊന്നും ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിൽ ഫ്രാങ്ക് എന്ന പയ്യനുമുണ്ടായിരുന്നു. ആ സമയമാണ് പുറത്തേക്ക് തെറിച്ചുപോയ ബേസ്ബോൾ എടുത്തുകൊണ്ടുവരുവാൻ ഫ്രാങ്കിനെ മാക്സ് പറഞ്ഞുവിടുന്നത്. പുറത്തുനിന്നും ബേസ്ബോൾ എടുത്ത് തിരിച്ചെത്തിയ ഫ്രാങ്ക് കണ്ടത് മാക്സ് കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന വ്യക്തിയെ ബേസ്ബോൾ കൊണ്ട് തല്ലിക്കൊന്നതാണ്. പിന്നാലെ അവിടം ക്ലീനപ്പ് ആക്കാനും മാക്സ് അവിടെയുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു. വൈകാതെ അയാളെ കൊന്ന പേരിൽ മാക്സിന് പകരം ഫ്രാങ്ക് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നീട് 19 കൊല്ലത്തിനു ശേഷം ഫ്രാങ്ക് ജയിലിലായിരുന്നു. ആ കൊലപാതക കുറ്റത്തിന്റെ പേരിൽ 19 കൊല്ലം ഫ്രാങ്കിന് ജയിലിൽ കഴിയേണ്ട വന്നു. തുടർച്ചയായി ഇൻസോംനിയ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അയാൾ അന്ന് ജയിൽ ഡോക്ടറുടെ സേവനം തേടി. ഇങ്ങനെ ഉറക്കമില്ലായ്മ തുടർന്നു പോയാൽ ഫ്രാങ്കിന്റെ ആരോഗ്യത്തെ അത് രൂക്ഷമായി ബാധിക്കുമെന്നും ഫ്രാങ്ക് മരണപ്പെടാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ ഫ്രാങ്കിനോട് പറയുകയാണ്. എന്നിരുന്നാലും ഫ്രാങ്കിന് ഉറങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വൈകാതെ തന്നെ ഫ്രാങ്ക് ജയിലിൽ നിന്നും റിലീസായി. എന്തായാലും വീട് ലക്ഷ്യമാക്കി ഫ്രാങ്ക് റോഡിലൂടെ നടക്കാൻ തുടങ്ങി. ഗ്യാങ്സ്റ്റർ ലീഡർ മാക്സ് ചെയ്ത കുറ്റം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മാക്സ് പറഞ്ഞ വാക്കുകൾ ഫ്രാങ്ക് ആ സമയം ഓർത്തു. $450,000 ആ കുറ്റം ഏറ്റെടുത്താൽ ഫ്രാങ്കിന് പ്രതിഫലമായി നൽകാമെന്നും 6 കൊല്ലക്കാലമേ ജയിലിൽ കിടക്കേണ്ടി വരൂ എന്നുമായിരുന്നു മാക്സ് എന്ന് പറഞ്ഞിരുന്നത്. അത്രയും വലിയ തുക കിട്ടിയാൽ ജീവിതം തന്നെ സെറ്റിലാകുമല്ലോ എന്ന് ചിന്തിച്ച് ഫ്രാങ്ക് അത് ഏറ്റെടുക്കുകയായിരുന്നു. ആ സമയം ഫ്രാങ്കിന് ഭാര്യയും മകനുമുണ്ട്. അവരെയും ഗ്യാങ്സ്റ്റർ ബോസും സംഘവും നോക്കിക്കോളും എന്ന ഉറപ്പുകൂടി ഫ്രാങ്കിനവർ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും കൊല്ലക്കാലം ജയിലിൽ കഴിഞ്ഞ ഫ്രാങ്കിന് അവരതൊന്നും നിറവേറ്റിയിട്ടില്ല എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. 6 കൊല്ലമെന്ന് പറഞ്ഞത് 19 കൊല്ലമായി നീട്ടപ്പെട്ട് താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. മുന്നിലേക്ക് നടന്നു ചെന്ന ഫ്രാങ്ക് എതിരെ നടന്നുവരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. വൈകാതെ അത് തന്റെ തന്നെ മകനാണ് എന്ന് ഫ്രാങ്ക് തിരിച്ചറിയുകയാണ്. ജോ എന്നായിരുന്നു അവന്റെ പേര്. അച്ഛനെ കൂട്ടാൻ കാറുമായി വരാൻ പറ്റാതിരുന്നതിൽ അവൻ അച്ഛനോട് ക്ഷമ ചോദിച്ചു. ശേഷം തന്റെ പാസ്റ്റിനെ പറ്റി കുറ്റബോധത്തോടെ അവൻ തുറന്നു സംസാരിച്ചു. താനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നെന്നും അമ്മയുടെ ചികിത്സയ്ക്കും മറ്റുമായി ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വന്നെന്നും തന്റെ കടങ്ങളും അങ്ങനെയെല്ലാം തീർക്കുവാൻ തങ്ങളുടെ വീടും കാറും ഒക്കെ വിൽക്കേണ്ടി വന്നു എന്ന് ജോയ് ഫ്രാങ്കിനോട് പറയുകയാണ്. ഫ്രാങ്കിന് തെല്ലും നീരസം തോന്നിയിരുന്നില്ല. അതിന് താനും കൂടി കാരണക്കാരനായല്ലോ എന്ന കുറ്റബോധമായിരുന്നു ഫ്രാങ്കിനുള്ളിൽ വന്നു നിറഞ്ഞത്. താൻ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ മകനും ഭാര്യയ്ക്കും ഈ കഷ്ടപ്പാടൊന്നും വേണ്ടിവരില്ലായിരുന്നല്ലോ എന്നും ഫ്രാങ്ക് ചിന്തിച്ചു. എന്തായാലും മകനോട് വിറ്റ തങ്ങളുടെ പഴയ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് ഫ്രാങ്ക് പറയുകയാണ്. അങ്ങോട്ടേക്ക് പോകണ്ട, അവിടെ ഇപ്പം മറ്റൊരു ഫാമിലി താമസിക്കുന്നുണ്ട് എന്നൊക്കെ ജോയ് പറയുന്നുണ്ടെങ്കിലും വീടിന്റെ ബാക്ക് യാർഡിൽ തനിക്ക് വേണ്ടപ്പെട്ട ചിലത് താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അതെടുക്കണമെന്നും പറഞ്ഞ് മകനെയും നിർബന്ധിച്ച് ഒരു ടാക്സി വിളിച്ച് അവർ അവരുടെ പഴയ വീട്ടിലേക്ക് പോയി. ശേഷം കാറിൽ നിന്നും ഇറങ്ങിയ ഫ്രാങ്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വീടിന്റെ ബാക്ക് യാർഡിലെത്തി. അവിടെ കൃത്യമായി ഒരിടത്ത് കുഴിച്ചിട്ടിരുന്ന ഒരു പെട്ടി പുറത്തെടുത്തു. അതിനുള്ളിൽ പണ്ട് കുറ്റം ഏറ്റെടുത്തപ്പോൾ മാക്സ് കൊടുത്ത $450,000 ഒപ്പം അന്ന് കൊല ചെയ്യാൻ മാക്സ് ഉപയോഗിച്ച രക്തം പുരണ്ട ബേസ്ബോൾ ബാറ്റുമുണ്ടായിരുന്നു. ഫ്രാങ്ക് ആ പണവും ബേസ്ബോൾ ബാറ്റും എടുത്ത് ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് ടാക്സിയിലേക്ക് മകന്റെ അടുത്തേക്ക് തിരികെ എത്തി. ഇത്ര നാളും നല്ല രീതിയിലൊന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ല, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും താൻ തിരികെ തരും എന്ന് പറഞ്ഞ് ഫ്രാങ്ക് മകനെയും കൂട്ടി ഒരു ലക്ഷറി ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ റൂം എടുക്കാനായിരുന്നു ഫ്രാങ്ക് ഉദ്ദേശിച്ചിരുന്നത്. ഫ്രാങ്കിനൊപ്പം ഹോട്ടലിൽ തങ്ങുവാൻ ജോയും തീരുമാനിക്കുന്നു. സന്തോഷത്തോടെ ഹോട്ടലിൽ നിമിഷങ്ങൾ അവർ ചെലവഴിക്കാൻ തുടങ്ങി. ആ സമയം ജോയ് ഫ്രാങ്കിനോടൊരു കാര്യം പറഞ്ഞു. അച്ഛൻ ചതിക്കപ്പെട്ടതാണ്, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ അച്ഛൻ തിരികെ ഇനി പഴയ ഗ്യാങ്സ്റ്റർ ലീഡറിനും സംഘത്തിനുമെതിരെ പ്രതികാരം തീർക്കുവാനൊന്നും പോയേക്കരുത്. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. പക്ഷേ ഫ്രാങ്കിന്റെ ഉള്ളിൽ കുറ്റബോധവും പ്രതികാര ബുദ്ധിയും നിറയുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ വിലപ്പെട്ട 19 കൊല്ലമാണ് ഗ്യാങ്സ്റ്റർ ലീഡറും അയാളുടെ ആളുകളും നശിപ്പിച്ചത്. തന്റെ കുടുംബത്തെ തന്നെ തന്നിൽ നിന്നകറ്റി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല. എല്ലാ അർത്ഥത്തിലും അവർ തന്നെ ചതിച്ചുവെന്ന തോന്നൽ ഫ്രാങ്കിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. ജോയിക്ക് ഫ്രാങ്ക് കൃത്യമായ മറുപടി കൊടുത്തില്ല. ശേഷം ജോയിയെയും കൂട്ടി ഫ്രാങ്ക് ഷോപ്പിങ്ങിനും മറ്റും പോയി. വില കൂടിയ വാച്ചുകളും വലിയൊരു ലക്ഷറി കാറ് പോലും അയാൾ തനിക്ക്
തനിക്കും തന്റെ മകനുമായിട്ട് വാങ്ങി പുതിയ ഫോണും ലക്ഷറി ഡ്രസ്സുകളും ഒക്കെ അവർ കരസ്ഥമാക്കി. അതുമായി അന്ന് തിരികെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയപ്പോ അവരുടെ അടുത്തേക്ക് ട്രിംബ് എന്ന പേരുള്ള ഒരു വ്യക്തി കടന്നു വന്നു. അവരുടെ ആഡംബരമൊക്കെ കണ്ടിട്ടായിരുന്നു അയാൾ അങ്ങോട്ടേക്ക് എത്തിയത്. ട്രിംബ് യാഥാർത്ഥ്യത്തിൽ ഒരു പിമ്പാണ്. വേശ്യകളെ ആവശ്യമുണ്ടോ എന്ന തരത്തിൽ ഫ്രാങ്കിനോടും മറ്റും അയാൾ തിരക്കി. പക്ഷെ ഫ്രാങ്ക് അതിൽ താല്പര്യപ്പെട്ടിരുന്നില്ല. മകൻ കൂടെയുണ്ടല്ലോ. മാത്രമല്ല മകനൊപ്പം സന്തോഷത്തോടെ നിമിഷങ്ങൾ ചിലവഴിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത ടേബിളിലിരുന്ന ലേഡിയുടെ മേൽ ഫ്രാങ്കിന്റെ ശ്രദ്ധ വീഴുകയാണ്. മകൻ ജോയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ 19 കൊല്ലമായി ഒരു സ്ത്രീയെ ഫ്രാങ്ക് തൊട്ടിട്ട് പോലുമില്ല. ഫ്രാങ്കിന്റെ ഭാര്യയും മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ അതൊക്കെ ആവശ്യമാണെന്നും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചോളാനും ഒരു സ്ത്രീ സാമീപ്യം തെറ്റൊന്നുമല്ലെന്നും ജോയ് തന്റെ അച്ഛൻ ഫ്രാങ്കിനോട് പറയുകയാണ്. അതോടെ ഫ്രാങ്ക് ആ സ്ത്രീയെ അപ്രോച്ച് ചെയ്തു. മോന എന്നായിരുന്നു അവരുടെ പേര്. അവളോട് സംസാരിക്കുമ്പോൾ ഫ്രാങ്കിന് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. മോന ഒരു വിധവയായിരുന്നു. ഫ്രാങ്കിനു മേൽ അവരും ഇൻട്രസ്റ്റഡ് ആയി കാണപ്പെട്ടു. അന്ന് രാത്രി ഹോട്ടൽ മുറിയിൽ അവരൊന്നിച്ചായിരുന്നു സമയം ചിലവഴിച്ചത്. തിരികെ കാറിൽ മോനയുമായി പോകുമ്പോൾ ഫ്രാങ്ക് മോനയോട് തന്റെ ജീവിതത്തിലെ കാര്യങ്ങളെപ്പറ്റി മനസ്സ് തുറന്ന് സംസാരിച്ചു. ഫ്രാങ്കിന്റെ മനസ്സിലെ ഭാരം കുറയുവാനും എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കുവാനും അതൊക്കെ വഴിവെക്കുന്നുണ്ടായിരുന്നു. മോനയോട് വല്ലാത്തൊരു റൊമാൻറ്റിക് അടുപ്പവും ഫ്രാങ്കിന് തോന്നി. ഒപ്പം മോനയോട് സംസാരിക്കുമ്പോൾ താൻ ചതിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ, അതിന്റെ കുറ്റബോധം ഫ്രാങ്കിനുള്ളിൽ വന്ന് നിറയാൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തിരികെ എത്തിയ ഫ്രാങ്ക് ചില കാര്യങ്ങൾ ഉറപ്പിച്ചു. തന്നെ ചതിച്ചവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നതായിരുന്നു അത്. ആദ്യഘട്ടത്തിൽ അതിന് ആയുധം വേണമെന്ന് തീരുമാനിച്ച ഫ്രാങ്ക് തന്റെ പരിചയക്കാരൻ സ്ലീപ്പി എന്ന ഗ്യാങ്സ്റ്ററുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഗണ്ണുകളൊക്കെ വിൽപ്പന നടത്തിയിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു അയാൾ. മകനെ അറിയിക്കാതെ സ്ലീപ്പിയുടെ ഇടത്തേക്ക് ചെന്ന ഫ്രാങ്ക് കണ്ടത് അവിടെ നിറഞ്ഞിരുന്ന മറ്റ് ഗ്യാങ്സ്റ്റേഴ്സിനെയാണ്. 5 കൊല്ലം മുമ്പ് സ്ലീപ്പി മരണപ്പെട്ടെന്നും കാര്യങ്ങൾ നോക്കി നടത്തുന്നത് സ്ലീപ്പിയുടെ മകളാണെന്നും ഫ്രാങ്ക് തിരിച്ചറിയുന്നു. ശേഷം സ്ലീപ്പിയുടെ മകളുടെ അടുത്തു നിന്ന് തന്നെ ആവശ്യത്തിന് വേണ്ട ഗണ്ണുകൾ ഫ്രാങ്ക് വാങ്ങുകയാണ്. പിന്നാലെ ഫ്രാങ്ക് പോകുന്നത് ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ തന്റെ കൂട്ടുകാരനായിരുന്ന ക്യൂവിനെ കാണുവാനാണ്. പണ്ടേ ഗ്യാങ്സ്റ്റർ സംഘത്തെയും ക്രൈം സിൻഡിക്കേറ്റും ഒക്കെ വിട്ടിരുന്ന ക്യൂ അപ്പോൾ ഒരു ബാർ ഓണറായി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഫ്രാങ്കിനെ കണ്ടതും പുഞ്ചിരിയോടെ കോക്ക് ഫ്രാങ്കിന്റെ അടുത്തേക്ക് ചെന്നു. ശേഷം ഫ്രാങ്കിനോട് സംസാരിക്കാൻ തുടങ്ങി. ഫ്രാങ്കിനെ മാക്സും മറ്റുള്ളവരും ചേർന്ന് കുറ്റവാളിയാക്കി മുദ്രകുത്തി ചതിച്ച് ജയിലിലടയ്ക്കാൻ തീരുമാനിച്ച അന്ന് തന്നെ താൻ ഗ്യാങ്സ്റ്റർ സംഘം വിട്ടു പോന്നെന്നും അതിനുശേഷം ബാർ തുടങ്ങി ഇങ്ങനെ ജീവിക്കുകയാണെന്നും ക്യൂ ഫ്രാങ്കിനോട് തുറന്നു പറഞ്ഞു. അന്നങ്ങനൊക്കെ സംഭവിച്ചു പോയതിൽ തന്റെ പേരിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ക്യൂ അവനോട് ക്ഷമ ചോദിച്ചു. ദേഷ്യത്തിൽ ക്യൂവിന് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും ക്യൂവിന്റെ വിശദീകരണമൊക്കെ കേട്ടതും തന്നെ ഫ്രെയിം ചെയ്തതിൽ ക്യൂവില്ലെന്ന് ചിന്തിച്ച ഫ്രാങ്ക് അന്ന് അടുത്ത കൂട്ടുകാരൻ കൂടിയായ ക്യൂവിനെ വിട്ട് അവിടെ നിന്ന് പോരാൻ തീരുമാനിക്കുകയാണ്. പോരുന്നതിനു മുമ്പ് തങ്ങളുടെ ഗ്യാങ്സ്റ്റർ ലീഡറായ മാക്സിനെ പറ്റിയും ഇപ്പോൾ അയാൾ എവിടുണ്ട് എന്നും ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട്. ഗ്യാങ്സ്റ്റർ സംഘം വിട്ടു പോന്നതിൽ പിന്നെ മാക്സിനെ പറ്റി തനിക്കൊരറിവുമില്ല എന്നായിരുന്നു ക്യൂ മറുപടി പറഞ്ഞത്. പക്ഷേ പണ്ട് മാഫിയ ബോസിന്റെ കൂടെയുണ്ടായിരുന്ന ജിമ്മിയും വേറൊരു ഗ്യാങ്സ്റ്ററും ഇപ്പോഴും അയാളുടെ കൂടെ അയാളുടെ കയ്യാളുകളായി ക്രൈം സിൻഡിക്കേറ്റ് നോക്കി നടത്തുന്നുണ്ട് എന്നും ക്യൂ വിശദീകരിക്കുന്നുണ്ട്. അതോടെ ക്യൂവിനോട് യാത്ര പറഞ്ഞ് ഫ്രാങ്ക് അവിടെ നിന്നിറങ്ങുകയാണ്. പക്ഷേ പോകുന്നതിനു മുമ്പ് തന്റെ മകളുടെ വിവാഹം നടക്കാൻ പോകുന്നതായും അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞ് ക്യൂ ഫ്രാങ്കിനെ ക്ഷണിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഫ്രാങ്ക് വല്ലാതെ വറീഡാവാൻ തുടങ്ങി. അപ്പാർട്ട്മെന്റിൽ മകൻ ജോയെ കാണുന്നുണ്ടായിരുന്നില്ല. ഫ്രാങ്ക് കുറെ പാനിക്കായ ശേഷം ജോയ് പുറത്തേക്ക് വന്നു. താൻ താഴെയുണ്ടായിരുന്നു. അച്ഛനെന്തിനാ അലറി വിളിക്കുന്നേ എന്ന് ഫ്രാങ്കിനോട് ചോദിച്ചു. താൻ കുട്ടിയൊന്നുമല്ല എന്ന് പറയുകയും ചെയ്തു. താൻ ജോയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഇനിയും മകനെ നഷ്ടപ്പെടുത്താൻ വയ്യെന്നുമായിരുന്നു ഫ്രാങ്കിന്റെ മറുപടി. ക്യൂവിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ഇപ്പോൾ ക്രൈം സിൻഡിക്കേറ്റ് നോക്കി നടത്തുന്ന ജിമ്മി എന്ന ഗ്യാങ്സ്റ്ററിനെ തിരഞ്ഞ് അടുത്തുള്ളൊരു വേശ്യാലയത്തിലേക്ക് വൈകാതെ ഫ്രാങ്ക് പോവുകയാണ്. നീണ്ട തിരച്ചിലിനൊടുവിൽ ജിമ്മിയെ ഫ്രാങ്ക് കണ്ടെത്തുന്നു. തോക്കിൻ മുനയിൽ നിർത്തി ജിമ്മിയെ ഫ്രാങ്ക് ചോദ്യം ചെയ്യാനും മറ്റും ആരംഭിക്കുകയാണ്. പക്ഷെ ഫ്രാങ്കിനെ കുറിച്ച് കളിയാക്കിയ ജിമ്മി ഒരു ഘട്ടത്തിൽ ഫ്രാങ്കുമായൊരു ഫൈറ്റിൽ ഏർപ്പെടുന്നു. ഒടുവിൽ അവിടെ നിന്ന് ഫ്രാങ്കിനെ അടിച്ചിട്ട് ജിമ്മി രക്ഷപ്പെട്ട് കളയുകയുമാണ്. അവിടെ നിന്നും തിരികെയെത്തിയ ഫ്രാങ്ക് വല്ലാതെ രോഷത്തിലായിരുന്നു. ജിമ്മിയെയും ഗ്യാങ്സ്റ്റർ ലീഡറിന്റെ അടുത്ത പാർട്ട്ണറിനെയും ഹണ്ട് ഡൗൺ ചെയ്യുവാൻ വേണ്ട വെപ്പൺസും മറ്റും ഫ്രാങ്ക് ഒരുക്കുവാൻ ആരംഭിച്ചു. അത് കണ്ട് ജോയ് ഫ്രാങ്കിന്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ പ്രതികാരത്തിന് ഇറങ്ങിപ്പുറപ്പെടാൻ പോകുകയാണ് എന്നും മനസ്സിലാക്കിയ ജോയ് ഫ്രാങ്കിനെതിരെ സംസാരിക്കുകയും തട്ടിക്കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രതികാരത്തിനൊന്നും അച്ഛൻ പോകുന്നതിൽ ജോയ്ക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്നും സമാധാനം ഉണ്ടാവുകയില്ല എന്നുമായിരുന്നു ജോയുടെ പക്ഷം. പക്ഷേ ഫ്രാങ്ക് പറഞ്ഞു, 19 കൊല്ലക്കാലം എന്നെ ജയിലിലടച്ചത് നിന്നെ ഇങ്ങനെ
നിന്നെ അനുഭവിക്കാൻ വിട്ടത്, നിന്റെ അമ്മ മരിക്കാൻ കാരണമായത് അവരാണ്. അവരെയൊക്കെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നേ? പിന്നാലെ ആയുധങ്ങളും എടുത്ത് ഫ്രാങ്ക് അവിടെ നിന്നിറങ്ങി. ഇത്തവണ തിരഞ്ഞ് ഫ്രാങ്ക് കണ്ടെത്തിയത് മാക്സിന്റെ പ്രധാന കയ്യാളായിരുന്ന ജിമ്മിയുടെ പങ്കാളിയായ ട്രിപ്പ് എന്ന ഗ്യാങ്സ്റ്ററെയാണ്. ട്രിപ്പ് ഇപ്പോൾ ഗ്യാങ്സ്റ്റർ സംഘമൊക്കെ വിട്ട് ഒരു ഇറച്ചി വിൽപ്പനക്കാരനായി ജീവിക്കുകയാണ്. ഫ്രാങ്ക് അങ്ങോട്ടേക്ക് കടന്നു വന്നതും ട്രിപ്പ് ഭയപ്പെടുന്നുണ്ട്. പണ്ട് ഫ്രാങ്കിനെ ഫ്രെയിം ചെയ്ത കൂട്ടത്തിൽ ട്രിപ്പും ഉണ്ടായിരുന്നു. അതിനടക്കം ട്രിപ്പ് അതോടെ ഫ്രാങ്കിനോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. ജിമ്മിയും മാക്സും എവിടെയെന്ന് ഫ്രാങ്ക് ട്രിപ്പിനോട് തിരക്കുകയാണ്. ജിമ്മി ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ തനിക്കറിയില്ലെന്നും പക്ഷേ മാക്സ് ഇപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൽ ചികിത്സയിലാണെന്നുമായിരുന്നു ട്രിപ്പ് ഫ്രാങ്കിനോട് പറയുന്നത്. വിവരങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഫ്രാങ്ക് തന്നോട് ക്ഷമിക്കും എന്ന് ട്രിപ്പ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ 19 കൊല്ലത്തെ ജീവിതം നശിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുവാൻ ഫ്രാങ്ക് തയ്യാറായിരുന്നില്ല. ആ നിമിഷം ഫ്രാങ്ക് ട്രിപ്പിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഫ്രാങ്ക് അവിടെ നിന്ന് പോയത് നേരെ ക്യൂവിന്റെ അടുത്തേക്കായിരുന്നു. ക്യൂവുമായി നടന്ന കാര്യങ്ങളെപ്പറ്റി ഫ്രാങ്ക് സംസാരിച്ചു. ട്രിപ്പിനെ കൊന്ന കാര്യവും മാക്സ് ഇപ്പോൾ ഉള്ളയിടം താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഫ്രാങ്ക് ക്യൂവിനോട് പറഞ്ഞു. മാക്സിനെ കൊന്നുകഴിഞ്ഞാൽ തന്റെ ഉള്ളിലെ പക അടങ്ങുമെന്നും തനിക്ക് ആശ്വാസം കിട്ടുമെന്നും ഫ്രാങ്ക് ആ നിമിഷം വ്യക്തമാക്കുന്നുണ്ട്. അന്ന് അവിടെ നിന്നും ഫ്രാങ്ക് പിന്നീട് അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും കലശലായ തലവേദനയും അസ്വസ്ഥതയും ഫ്രാങ്കിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവശതയിൽ ഫ്രാങ്ക് താഴെ വീണു. ഉടനടി അവിടുത്തെ മെയ്ഡിനെ വിളിച്ച ഫ്രാങ്ക് തന്റെ മകൻ ജോയെ വിളിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഫോണിൽ അവനെ വിളിച്ചിട്ടുണ്ടെന്നും നമ്പർ എടുത്ത് വിളിക്കാനും ഫ്രാങ്ക് പറയുന്നുണ്ടെങ്കിലും മെയ്ഡ് വന്ന് ഫോൺ നോക്കുമ്പോൾ അത്തരത്തിലൊരു ഫോൺ നമ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രാങ്കിന്റെ ഫോണിൽ കോൾ ഹിസ്റ്ററി തന്നെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ തലവേദന വേണ്ടെന്ന് കരുതി ഫ്രാങ്ക് ഹെൽപ്പറോട് പൊക്കോളാൻ പറയുകയാണ്. അധികം വൈകാതെ ഫ്രാങ്കിന്റെ മുറിയിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു. ഒരു വേശ്യയുടെ സർവീസ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അവരുടെ വരവ്. അവരുടെ ഉദ്ദേശം തന്നെ ഫ്രാങ്കിന്റെ പണം മോഷ്ടിക്കലായിരുന്നു. പക്ഷേ ഫ്രാങ്കിന് ഇതൊന്നും പരിചയമില്ലാത്തതല്ലോ. ഫ്രാങ്ക് ആ സ്ത്രീയെ അതോടെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. പക്ഷേ തൊട്ടു പിന്നാലെ ആ സ്ത്രീയെ പറഞ്ഞുവിട്ട് പിമ്പായ ട്രിംപ് അങ്ങോട്ടേക്ക് കയറി വിടുകയാണ്. ഫ്രാങ്കിനെ ഭീഷണിപ്പെടുത്തി $1000 വേണം എന്നൊക്കെ പറയാൻ അയാൾ ആരംഭിച്ചു. പക്ഷേ ഫ്രാങ്ക് അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ഒരു സാധാരണക്കാരനല്ലല്ലോ. തോക്കെടുത്ത് ട്രിംപിനെ തോക്കിൻ മുനയിലാക്കിയ ഫ്രാങ്ക് അയാളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. വൈകാതെ മകനെ തിരഞ്ഞ് ഫ്രാങ്ക് ഇറങ്ങുകയാണ്. ജോയി എവിടെയുണ്ടാകും എന്ന് ഫ്രാങ്കിനെ കണ്ടെത്തണമായിരുന്നു. പലയിടത്തും തിരഞ്ഞെങ്കിലും ജോയെ കണ്ടെത്താൻ ഫ്രാങ്കിന് സാധിക്കുന്നില്ല. പക്ഷേ ആ സമയത്താണ് ഫ്രാങ്കിന്റെ ഫോണിലേക്ക് ജോയുടെ കോൾ വരുന്നത്. തനിക്ക് സഹായം വേണം എന്ന് പറഞ്ഞായിരുന്നു അവന്റെ ഫോൺ കോൾ. ജോയി പറഞ്ഞ ഇടത്തേക്ക് ഫ്രാങ്ക് വേഗം പുറപ്പെട്ടു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ലഹരി കുത്തിവെച്ച അവശനിലയിൽ ജോയി കിടക്കുകയായിരുന്നു. ഫ്രാങ്ക് ജോയെ പൊക്കിയെടുത്ത് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. ജോയി തന്റെ അച്ഛനോട് ക്ഷമ ചോദിച്ചു. തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെന്നും അതുകൊണ്ടാ ലഹരി ഉപയോഗിക്കേണ്ടി വന്നത് എന്നും അവൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഫ്രാങ്ക് ജോയെ സമാധാനിപ്പിച്ചു. ഇതിനൊക്കെ കാരണം താനാണെന്നും അന്ന് താൻ പണം ഏറ്റുവാങ്ങാതെ മാക്സ് ചെയ്ത കുറ്റം ഏറ്റെടുക്കാതിരുന്നെങ്കിൽ ജോയി ഇങ്ങനൊന്നും ആവില്ലായിരുന്നുവെന്നും കുറ്റബോധത്തോടെ ഫ്രാങ്ക് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ജോയി സുഖപ്പെട്ടു വന്നു. ശേഷം ഫ്രാങ്ക് തന്നെ ജോയിയും കൂട്ടി അമ്മയുടെ കുഴിമാടത്തിൽ പോവാൻ തീരുമാനിച്ചു. അധികം വൈകാതെ ജോയിയുടെ അമ്മ ലോറയുടെ കുഴിമാടത്തിലേക്ക് ഇരുവരും വന്നെത്തുകയാണ്. പക്ഷേ അവിടെ കണ്ട കാഴ്ച ഫ്രാങ്കിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ലോറയുടെ കുഴിമാടത്തിന് സമീപം ജോസഫ് കാർവർ എന്ന പേരിൽ മറ്റൊരു കുഴിമാടം. ജോയ് എന്ന വെളിപ്പേരിനുടമയായ ഫ്രാങ്കിന്റെ മകൻ ജോസഫ് കാർവറുടെ കുഴിമാടമായിരുന്നു അത്. തന്റെ മകൻ ജീവിച്ചിരിക്കുന്നില്ലെന്നും താൻ ജയിലിൽ പോയി 4 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടതാണെന്നും മകനെ താൻ കാണുന്നത് അത്രയും ഇൻസോംനിയ കൊണ്ടുള്ള തന്റെ ഹാലൂസിനേഷൻ ആണെന്നും ഫ്രാങ്ക് ആ നിമിഷം തിരിച്ചറിയുകയാണ്. തന്റെ മകൻ ജോയ് മരണപ്പെട്ടു എന്നുള്ള വിവരം പോലും ഫ്രാങ്കിന് അറിവുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഫ്രാങ്ക് കാണുന്ന ഹാലൂസിനേഷനിൽ ഉള്ള ജോയ് തന്നെ കൊന്നത് ക്യൂവാണ് എന്ന് ഫ്രാങ്കിനോട് വെളിപ്പെടുത്തുകയാണ്. ആരോടും പ്രതികാരമൊന്നും വേണ്ടെന്നും അച്ഛൻ സന്തോഷത്തോടെ ജീവിക്കാനും ഹാലൂസിനേഷനിലുള്ള ജോയ് വീണ്ടും പറയുന്നുണ്ട്. ഫ്രാങ്ക് അവിടെ നിന്ന് കാർ എടുത്തു പോരുന്നു. ഫ്രാങ്ക് ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. കയ്യിലൊരു ഗിഫ്റ്റ് ബോക്സുമായി മാക്സിനെ കാണുവാൻ ഫ്രാങ്ക് നേരെ നഴ്സിംഗ് ഹോമിലേക്ക് പോയി. അവിടെ എത്തിയ ഫ്രാങ്ക് വീണ്ടും ഷോക്കാവുകയാണ്. കഴിഞ്ഞ 15 കൊല്ലമായി മാക്സ് അവിടെ കോമയിൽ കിടക്കുകയായിരുന്നു. ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ഫ്രാങ്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സ് തുറന്നു. അതിനുള്ളിൽ മാക്സ് പണ്ട് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച അതേ ബേസ്ബോൾ ബാറ്റായിരുന്നു. അതുപയോഗിച്ച് മാക്സിനെ കൊല്ലാൻ ആദ്യം ഫ്രാങ്കിന് തോന്നുന്നുണ്ടെങ്കിലും കൊല്ലുന്നതിനേക്കാൾ എത്രയോ വലിയ ശിക്ഷയാണ് കഴിഞ്ഞ 15 കൊല്ലമായി അയാൾ അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചതും മാക്സിനെ കൊല്ലാതെ ആ ബേസ്ബോൾ ബാറ്റ് അയാളുടെ നെഞ്ചത്ത് ചേർത്തു വെച്ച് ഫ്രാങ്ക് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. വീണ്ടും അവിടുത്തെ ഡോക്ടറുടെ അടുത്തേക്ക് ഫ്രാങ്ക് കടന്നു ചെല്ലുന്നു. തനിക്ക് മുമ്പ് ആരെങ്കിലും മാക്സിനെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ
ഓർമ്മയുണ്ടോ എന്ന് ഫ്രാങ്ക് ചോദിക്കുകയാണ്. ഫ്രാങ്കിന് മുമ്പ് അവിടെ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരേ ഒരാൾ ക്യൂ ആണെന്ന് ഡോക്ടറിൽ നിന്നും ഫ്രാങ്ക് അറിയുന്നു. ഫ്രാങ്കിനെ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു അത്. കാരണം മാക്സ് എവിടെയാണെന്ന് തനിക്കറിവില്ല എന്നായിരുന്നല്ലോ ക്യൂ ഫ്രാങ്കിനോട് പറഞ്ഞിരുന്നത്. ക്യൂ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് ഫ്രാങ്ക് തിരിച്ചറിയുകയാണ്. ഇനി ഹാലൂസിനേഷനിൽ മകൻ പറഞ്ഞ പോലെ മകനെ കൊന്നത് ക്യൂ തന്നെയാകുമോ എന്ന ചിന്തയും ഫ്രാങ്കിന്റെ ഉള്ളിലേക്ക് വരുന്നു. ഫ്രാങ്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജിമ്മി ഫ്രാങ്കിന് നേരെ ആക്രമണം നടത്തുകയാണ്. ഫ്രാങ്ക് വിദഗ്ധമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നെ നടന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ ഫ്രാങ്ക് ജിമ്മിയെ തോക്കിൽ നിന്ന് വെടിയുതിർത്ത് കൊല്ലുകയാണ്. പിന്നാലെ ജിമ്മിയിൽ നിന്നും ക്യൂവെ പറ്റി ചില കാര്യങ്ങളും ഫ്രാങ്ക് മനസ്സിലാക്കുന്നുണ്ട്. അന്നായിരുന്നു ക്യൂവിന്റെ മകളുടെ വിവാഹം നടക്കാനിരുന്നത്. ഫ്രാങ്ക് പള്ളിയിലേക്ക് ചെന്നു. മകളുണ്ടായിരുന്ന മുറിയിലേക്ക് കടന്നു ചെന്ന് മകളെ ഫ്രാങ്ക് തോക്കിൻ മുനയിൽ നിർത്തി. ക്യൂ അങ്ങോട്ടേക്ക് വന്നതും ക്യൂവിനെയും തോക്കിൻ മുനയിലാക്കി. പിന്നാലെ ക്യൂ തന്നെ ചതിച്ചതെന്തിനാണെന്നും തന്നോട് കളവ് പറഞ്ഞതെന്തിനാണെന്നും ജോയി അവൻ കൊന്നതെന്തിനാണെന്നും ഫ്രാങ്ക് ചോദിക്കുകയാണ്. ക്യൂവിന്റെ മകളും ക്യൂവും ഭയന്നിരുന്നു. എന്നിരുന്നാലും രോഷാകുലനായി നിൽക്കുന്ന ഫ്രാങ്കിനെ സമാധാനിപ്പിക്കാൻ ക്യൂ ശ്രമിച്ചു. നടന്ന കാര്യങ്ങൾ അയാൾ ഫ്രാങ്കിനോട് വിശദീകരിക്കാൻ തുടങ്ങി. നീ വിചാരിക്കും പോലെ നിന്റെ മകൻ നല്ലൊരു പയ്യനൊന്നും ആയിരുന്നില്ല. നീ ജയിലിൽ പോയ ശേഷം അവൻ ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. മയക്കുമരുന്നിന് അടിമയായി. അപ്പോഴേക്കും ഗ്യാങ്സ്റ്റർ സംഘമൊക്കെ വിട്ട് ഞാൻ മാറി സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ നിന്റെ മകൻ എന്നിട്ടും ഞങ്ങളെ വിട്ടില്ല. ഞങ്ങളുടെ പിന്നാലെ വന്ന് അവന് മയക്കുമരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അത് വാങ്ങുവാൻ പണം കൊടുക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇല്ലെങ്കിൽ പോലീസിന് ഞങ്ങളെ ഒറ്റുകൊടുക്കുമെന്നും ജയിലിൽ പോകും എന്നുമൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും ആരംഭിച്ചു. നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയ ഞങ്ങൾക്ക് അവന്റെ ഭീഷണി അങ്ങനെ കേട്ട് തുടർന്നു കൊണ്ടുപോവാൻ സാധിക്കില്ലായിരുന്നു. ഒടുവിൽ ഗതികിട്ടിട്ട ഞാൻ അവനെ കൊല്ലുന്നത്. അല്ലാതെ മനഃപൂർവ്വം അവനെ രോഷം കൊണ്ടോ ബുദ്ധിമുട്ടായിട്ടോ കൊന്നതല്ല. നിന്റെ അവസ്ഥ മുതലെടുത്ത് അവൻ ഞങ്ങളെ ദ്രോഹിക്കുകയായിരുന്നു. മറ്റു വഴികളില്ലാതെ ചെയ്തു പോയതാ അത്. ക്യൂ വന്ന് കടന്നുപോയ അവസ്ഥ ഫ്രാങ്കിന് മനസ്സിലാകുമായിരുന്നു. ഒന്നും മനഃപൂർവ്വം സംഭവിച്ചു പോയതല്ല എന്നും പറഞ്ഞ് ക്യൂ ഫ്രാങ്കിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അപ്പോഴും ഫ്രാങ്കിന് ദേഷ്യം മാളിക്കത്തിയിരുന്നു. ക്യൂവിന് നേരെ ഫ്രാങ്ക് തോക്ക് ചൂണ്ടി. പക്ഷെ തന്റെ മകന്റെ ആ അവസ്ഥയ്ക്ക് താനും കാരണക്കാരനായിരുന്നല്ലോ, താനും ഇതിൽ പാപിയാണല്ലോ എന്ന് ചിന്തിച്ചതും ഫ്രാങ്ക് തിരികെ പോവാൻ ആരംഭിച്ചു. ഫ്രാങ്ക് പള്ളിയിൽ നിന്നും പുറത്തേക്ക് നടന്നിറങ്ങുമ്പോൾ അതിനോടകം അവിടുത്തെ വെടിയൊച്ചകളും ബഹളവും ഒക്കെ കേട്ട് ക്യൂവിന്റെ ആളുകൾ പോലീസിനെ വിളിച്ചിരുന്നു. ഫ്രാങ്ക് മുൻകുറ്റവാളി ആയതുകൊണ്ട് തന്നെ തോക്കുമേന്തി പോലീസ് സംഘം അവിടെ ചുറ്റിവളഞ്ഞു. ഫ്രാങ്കിനോട് കീഴടങ്ങാനും അനങ്ങാതെ നിൽക്കുവാനും ഇല്ലെങ്കിൽ വെടിയുതിർക്കുമെന്നും പോലീസ് പറഞ്ഞെങ്കിലും ഫ്രാങ്ക് ചിലത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. തന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ എന്ന രീതിയിൽ അയാൾ മുന്നിലേക്ക് നടന്നു ചെന്നു. പോലീസ് ഫ്രാങ്കിനെ വെടിയുതിർത്തു വീഴ്ത്തി. പള്ളിനടയിൽ വെടിയേറ്റു വീണ് മരണത്തോട് മല്ലിടുമ്പോൾ ഫ്രാങ്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്റെ മകൻ ജോയുടെ ആത്മാവ് തന്റെ മുമ്പിലുള്ള പോലെ ഫ്രാങ്കിന് തോന്നി. ജോയുടെ ആത്മാവ് ഫ്രാങ്കിനെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രാങ്ക് തന്റെ അവസാന ശ്വാസമെടുക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.